2020 ലോകകപ്പിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ആതിഥേയരായ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും അതിഥികളായ ഇറ്റലിക്കും ജയം. ലോകകപ്പിൽ തുടർച്ചയായ രണ്ടാം വിജയം ഇന്ത്യയും ശ്രീലങ്കയും നേടിയപ്പോൾ ചരിത്രം കുറിച്ച് ലോകകപ്പിൽ കന്നി വിജയം സ്വന്തമാക്കി ഇറ്റലി. അട്ടിമറി സ്വപ്നം കണ്ട ഒമാനെ ഒന്നുമല്ലാതാക്കിയാണ് ശ്രീലങ്ക വമ്പൻ വിജയം നേടിയത്. 105 റൺസിനാണ് ലങ്ക ഒമാനെ തകർത്തുവിട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത ലങ്ക നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 225 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഒമാന് 9 വിക്കറ്റ് നഷ്ടത്തിൽ 129 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞ മത്സരത്തിൽ വമ്പന്മാരായ ഇംഗ്ലണ്ടിനെ വെറുപ്പിച്ച നേപ്പാളിനെ ഇറ്റലി തകർത്തുവിട്ടു. 10 വിക്കറ്റിൻ്റെ ഗംഭീര വിജയമാണ് ഇറ്റലി നേപ്പാളിനെതിരെ നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത നേപ്പാളിനെ 19-ാം ഓവറിൽ 123 റൺസിൽ ഓൾ ഔട്ടാക്കി ഇറ്റലി. മറുപടി ബാറ്റിങ്ങിൽ 12-ാം ഓവറിൻ്റെ 4-ാം പന്തിൽ വിക്കറ്റ് നഷ്ടം കൂടാതെ അനായാസമാണ് ഇറ്റലി വിജയ റൺ മറികടന്നത്. നമീബിയയ്ക്കെതിരെ 93 റൺസിൻ്റെ വിജയത്തോടെ ലോകകപ്പിൽ തുടർച്ചയായ രണ്ടാം വിജയം നേടി ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് നേടിയപ്പോൾ നമീബിയയെ 18-ാം ഓവറിൽ 116 റൺസിന് പുറത്തായി. ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ രാവിലെ 11 മണിക്ക് ഓസ്ട്രേലിയ സിംബാബ്വേയെ നേരിടും. രണ്ടാം മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ലോകകപ്പിൽ ആദ്യ വിജയം തേടി കാനഡയും UAEയും നേർക്കുനേർ വരുന്നു. രാത്രി 7 മണിക്ക് ആരംഭിക്കുന്ന മത്സരത്തിൽ രണ്ടാം ജയം തേടി നെതർലൻഡ്സ് ഇറങ്ങുന്നു. USA ആണ് നെതർലൻഡ്സിൻ്റെ എതിരാളി.